പാറശാല താലൂക്ക് ആശുപത്രിയിൽ KSEB താത്കാലിക ജീവനക്കാരന് ചികിത്സ കിട്ടാതെ മരിച്ചെന്ന സഹപ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ജോലിക്കിടെ കുഴഞ്ഞുവീണ സന്തോഷിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കാഷ്വാലിറ്റിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ നഴ്സുമാരോ ഇല്ലായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ഓക്സിജൻ നൽകാൻ പോലും ആളുണ്ടായില്ല. ഉപകരണങ്ങളുടെ വയറുകൾ എലികടിച്ച നിലയിലായിരുന്നുവെന്നും സന്തോഷിനെ ആശുപത്രിയിൽ എത്തിച്ചവർ ആരോപിക്കുന്നു. പ്രതികരണത്തിലേക്ക് ആദ്യം. ഞാൻ എത്തിയപ്പോൾ അവിടെ പോയി ഓക്സിജൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. അവൻ്റെ പല ഉപകരണങ്ങളുടെയും ഈ വയറുകൾ തന്നെ ഈ എലി മുറിച്ച് പറിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു നമ്മൾ കണ്ടത്. പഴയ രണ്ട് മാസം മുമ്പ് എന്തോ ഉദ്ഘാടനം ചെയ്ത ഹോസ്പിറ്റലാണ്. പക്ഷേ അവിടുത്തെ ഉപകരണങ്ങളൊന്നും വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നില്ല. അവരെ പോലീസുകാരെ മുമ്പേ വെച്ച് തന്നെ നമ്മളൊക്കെ പ്രവർത്തിച്ച് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അത് തൊട്ടപ്പോൾ ശരിയായില്ല. എൻ്റെ സഹോദരൻ കറക്റ്റ് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കും. ഈ അവസ്ഥയിൽ അദ്ദേഹം കിടക്കില്ലായിരുന്നു. കുഴഞ്ഞുവീണ സന്തോഷിന്റെ ഭാര്യ വൈഷ്ണവിയെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസ, ഇതൊരു അനാസ്ഥയുടെ ഇരയായി മാറിയിരിക്കുന്നു. ഇത് അങ്ങനെ തന്നെയാണ് ഈ മരണം സംഭവിച്ചത് എന്ന് പറയേണ്ടി വരുമോ ഈ ഘട്ടത്തിൽ? കാരണം സമീപകാലത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്ന് പറയുന്നു. അവിടുത്തെ ഉപകരണങ്ങളാണ്, അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരും ഇല്ല എന്ന് പറയുന്നു. ഉപകരണങ്ങൾ എലികടിച്ച നിലയിലാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു അനാസ്ഥയുടെ ഇര എന്ന നിലയ്ക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുമോ? ഈ സമീപകാലത്താണ് 46 കോടി രൂപ മുടക്കി ആശുപത്രി നവീകരിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടെ ആണ് സന്തോഷിനെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത്. കുഴഞ്ഞു വീണതിനെ തുടർന്ന് അപ്പോൾ തന്നെ സഹപ്രവർത്തകർ CPR നൽകി ജീവനോടെ ആയിരുന്നു പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം ഓക്സിജൻ സൗകര്യമോ അല്ലെങ്കിൽ ഓക്സിജൻ നൽകാനോ കഴിയാത്ത ഒരു സാഹചര്യം, ഡോക്ടർക്ക് മാത്രമേ അവിടെ ചികിത്സിക്കാനുള്ള ഒരു സാഹചര്യമുള്ളൂ. ബാക്കി നഴ്സുമാർക്കൊന്നും എങ്ങനെയാണ് ഒരു ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമാണെന്നാണ് ഈ മരിച്ച സന്തോഷിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നത്. അതിൽ ഡോക്ടർ തന്നെ അവരോട് വളരെ നിസ്സഹായതയോടെ പറയുകയുണ്ടായി പോലും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇവിടത്തേക്ക് കൊണ്ടുവരുന്ന ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞതായിട്ടാണ് ആ സഹോദരൻ നമ്മളോട് പറഞ്ഞത്. നഴ്സുമാർക്കൊന്നും എങ്ങനെയാണ് ഒരു ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. കൂടാതെ തന്നെ അവിടെയുള്ള ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതിന്റെ വയറുകളൊക്കെ എലി കടിച്ച് പൊട്ടിയ രീതിയിൽ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഈ കുഴഞ്ഞു വീണ സന്തോഷിനെ അവിടെ എത്തിച്ചത്. പ്രാഥമിക ചികിത്സ പോലും ലഭിക്കാതെയാണ് തന്റെ സഹോദരൻ മരണപ്പെട്ടത് എന്നാണ് ഈ മരിച്ച സന്തോഷിന്റെ സഹോദരനായിട്ടുള്ള അജിത്ത് നമ്മളോട് ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയത്. പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ല. അതുവരെ CPR നൽകി ജീവനോടെ എത്തിച്ച ആളെ മരിച്ച നിലയിലാണ് പിന്നീട് തിരിച്ചു പോകേണ്ടി വന്നത്. ചികിത്സ ലഭിക്കാതെയാണ് മരിച്ചത് എന്ന് ആവർത്തിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ദിവസം തന്നെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഇവർ പ്രതിഷേധിച്ചിരുന്നു. കൂടാതെ തന്നെ അവിടെയുള്ള ഓരോ വീഴ്ചയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പ്രതിഷേധിച്ചിരുന്നു. ശേഷം പോലീസ് വന്നാണ് ആ പ്രതിഷേധം താൽക്കാലികമായി തണുപ്പിച്ചത്. പിന്നീട് ഇവർ പാറശാല പോലീസിൽ കേസ് കൊടുക്കുകയായിരുന്നു. കേസെടുത്ത പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഇതൊരു സിസ്റ്റത്തിന്റെ ഇരയാണ് തന്റെ സഹോദരൻ എന്നാണ് അജിത്ത് അടക്കം വ്യക്തമാക്കുന്നത്. ഈ മരണത്തിന് കാരണമായവരെക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആവശ്യം. ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു വിവരം അറിഞ്ഞ്, ഭർത്താവിന്റെ മരണം അറിഞ്ഞ് ഇവരുടെ ഭാര്യ, സന്തോഷിന്റെ ഭാര്യ കുഴഞ്ഞു വീണതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭാര്യയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഈ സന്തോഷിന്റെ മൃതദേഹം സംസ്കരിച്ചത്. രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അമ്പൂരി KSEB ഓഫീസിന് മുന്നിൽ ഈ മൃതശരീരവുമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സഹപ്രവർത്തകരും നാട്ടുകാരും കൂടി. അവർ ഈ ആശുപത്രിയുടെ വീഴ്ച തന്നെയാണ് മരണത്തിന് കാരണം, വേണ്ട നടപടി ഉണ്ടാകണം, സന്തോഷിന് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. KSEB താൽക്കാലിക ജീവനക്കാരനാണ് സന്തോഷ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അമ്പൂരി ഉന്നതിയിൽ ജീവിക്കുന്നവരാണ്. ശ്യാമലി, സനിസ വിവരങ്ങൾ നൽകിയത്.